നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധിയിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി. ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചെന്ന് കുടുംബം വിശദീകരിക്കണം. അന്വേഷണത്തിൻ്റെ ഭാഗമായി സമാധി പൊളിക്കാമെന്നും കോടതിയെ മാനിക്കുന്നുവെന്ന് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ. നിയമ നടപടിയെ എതിർക്കില്ലെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. രേഷ്മ ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളായി. രേഷ്മ, ഒടുവിൽ സമാധി വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. ഗോപൻ സ്വാമി എങ്ങനെ മരണപ്പെട്ടു എന്ന പ്രധാന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. കുടുംബം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകണം. മാത്രമല്ല, സമാധി പൊളിക്കാം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അതിന് തത്വത്തിൽ കുടുംബം സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയുടെ മറ്റെന്തൊക്കെ നിരീക്ഷണങ്ങളാണുള്ളത് രേഷ്മ? നമ്പ്യാർ, കല്ലറ പൊളിക്കാമെന്നുള്ള ഒരു ഉത്തരവിലേക്കൊന്നും ഹൈക്കോടതി കടന്നിട്ടില്ല. മറിച്ച് ഈ കല്ലറ പൊളിക്കാമെന്നുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ കല്ലറ പൊളിച്ചു നോക്കുന്നത് അല്ലെങ്കിൽ തുറന്നു നോക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. FIR രജിസ്റ്റർ ചെയ്യാനും അതോടൊപ്പം ഈ കേസുമായി അല്ലെങ്കിൽ കേസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പോലീസിന് അധികാരമുണ്ട്. സ്വാഭാവികമായിട്ടാണോ മരണം സംഭവിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന് തിരിച്ചറിയപ്പെടണമെന്നും ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേ ആവശ്യം നിരാകരിച്ചത്. അതോടൊപ്പം തന്നെ പ്രസ്തുത ഹർജിയിൽ, അതായത് ഗോപൻ സ്വാമിയുടെ കുടുംബം നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നിലവിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരാണ് എതിർകക്ഷികൾ. എന്തായാലും ഈ പ്രധാനമായിട്ടും കുടുംബം മുന്നോട്ട് വെച്ച ഒരു വാദഗതി, അതായത് സമാധിയുമായി ബന്ധപ്പെട്ടുള്ള പൂജാ ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ RDOയുടെ ഈ കല്ലറ പൊളിക്കാനുള്ള ഉത്തരവ് റദ്ദാക്കണം. അടിയന്തരമായിട്ട് ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ ആ ഒരു RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും കടക്കാനാകില്ല എന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയും സ്റ്റേ ആവശ്യം നിരാകരിക്കുകയുമായിരുന്നു. ആദ്യഘട്ടം മുതലേ ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ഗോപൻ സ്വാമിയുടെ കുടുംബത്തോട് ഉന്നയിക്കുകയും ചെയ്തു. അതായത് മരണം അംഗീകരിച്ച സാക്ഷ്യപത്രം എവിടെ എന്നായിരുന്നു ജസ്റ്റിസ് CS ഡയസിന്റെ ചോദ്യം. ആ സാക്ഷ്യപത്രം ഹാജരാക്കി കഴിഞ്ഞാൽ മറ്റ് വിഷയങ്ങളൊക്കെ തന്നെ പരിഗണിക്കാമെന്നുള്ള ഒരു നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ മരണം എവിടെയാണ് അംഗീകരിച്ചത് എന്നുള്ളത് പറയണമെന്നും ഹൈക്കോടതി കുടുംബത്തോട് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൽ ഇടപെടേണ്ടതില്ല എന്നുള്ള നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചു. അത് കൂടാതെ തന്നെ ചില പരാമർശങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ മിസ്സിംഗ് ആണ്, അതായത് കാണാതായി പെട്ടിരിക്കുന്നു എന്നാണ്. ഒരു മനുഷ്യൻ കാണാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട ഏജൻസികൾക്ക് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് FIR രജിസ്റ്റർ ചെയ്താണെങ്കിലും ആ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസിന് സാധിക്കുമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയപ്പെടണമെന്നും ഹൈക്കോടതി പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജിയിലെ ഇടക്കാല ആവശ്യം ഹൈക്കോടതി നിരാകരിക്കുകയും ഹർജിയിൽ നോട്ടീസ് അയച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സാക്ഷ്യപത്രം, മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുള്ള ഒരു നിലപാടായിരുന്നു കോടതി സ്വീകരിച്ചത്. മാത്രമല്ല, പോലീസിന് സംശയമുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്കും പോകാൻ അധികാരമുണ്ട്. നിലവിൽ ഈ കല്ലറ പൊളിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ അത് നിലവിലെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നും ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് പറഞ്ഞു. തുടർന്നാണ് ഹർജി ഹൈക്കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയത്. എന്തായാലും കോടതി നിലപാടെടുത്തിട്ടുള്ളത് ഈ മരണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. മരണം സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. കാരണം ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് സാധിച്ചില്ല. കാരണം മരണം സാക്ഷ്യപ്പെടുത്തിയത് എവിടെയെന്നോ അതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു കോടതി ഉന്നയിച്ചത്. അതിനും മറുപടി പറയാൻ സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംശയം ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. പോലീസിന് അവരുടെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിലവിൽ ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് RDO ഇറക്കിയ ഉത്തരവിന് യാതൊരു വിധത്തിലും സ്റ്റേ അനുവദിക്കില്ല എന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പ്രാഥമികമായിട്ട് ഹൈക്കോടതി ഹർജിയിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. വിഷയം വിശദമായിട്ട് തന്നെ അടുത്തയാഴ്ച ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി പരിശോധിക്കുകയും ചെയ്യും. അനിൽ നമ്പ്യാർ. നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധിയിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി. ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചെന്ന് കുടുംബം വിശദീകരിക്കണം.
കോടതിയെ മാനിക്കുന്നുവെന്ന് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ. നിയമ നടപടിയെ എതിർക്കില്ല എന്ന് ഹിന്ദു ഐക്യവേദിയും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.